2018 റഷ്യയെ ചോരക്കളമാക്കി കിരീടം ചൂടിയ അവർ 2022 ഖത്തറിൽ ആവർത്തിച്ചത് അതേ ഹിംസ തന്നെയായിരുന്നു. ആ ഫൈനൽ ഓർമ്മയില്ലേ? തോറ്റ് എന്ന് ഉറഞ്ഞു തുള്ളിയവരുടെ നെഞ്ചിലേക്ക് മിനിറ്റുകൾക്കുള്ളിൽ വെടിയുണ്ടുകൾ പോലെ ഹാട്രിക് ഗോളുകൾ ഉതിർത്ത് ലോകകപ്പ് വേദി അക്ഷാർത്ഥത്തിൽ വിറപ്പിച്ച ചരിത്രം. അവിടെ വിജയിച്ചത് അർജന്റീന ആയിരുന്നുവെങ്കിലും ഭയം കൊണ്ട് വിറച്ചൊരു കഥ റൊസാരിയൻ തെരുവുകളിൽ ഇന്നും ദുസ്വപ്നം പോലെ പരക്കെ പടർന്നു കിടപ്പുണ്ട്. അവരുടെ ചിന്തകളെയും മുൻവിധികളെയും സന്തോഷങ്ങളെയും അപ്പാടെ കത്തിച്ച ഒരു പെരുഞ്ചാത്തനുണ്ടായിരുന്നു അവിടെ. ഇന്നും അയാൾ അവരുടെ ആ സ്വപ്ന കിരീടങ്ങൾക്ക് മുകളിൽ ഉറഞ്ഞു തുള്ളുന്നുണ്ട്. അത് കിലിയൻ എംബാപ്പെ. അന്ന് ആ സ്വർണ്ണക്കിരീടം കൈവിട്ടു പോയെങ്കിലും വിജയിച്ചവരുടെ നെഞ്ചിലെത്തിയായിരുന്നു ഫ്രാൻസും എംബാപ്പയും. ആ മുറിവേറ്റ സിംഹത്തിൻ്റെ ശ്വാസത്തിന് ഇപ്പോഴും തീയുടെ കനത്ത ചൂടുണ്ട്. ഇന്ന് ആർക്കും അവകാശപ്പെടാനില്ലാത്ത റെക്കോർഡുകളും വെറും 3 വേൾഡ് കപ്പ് കൊണ്ട് നേടി ഉദിച്ചയാൾ നിൽക്കുമ്പോൾ എംബാപ്പയ്ക്ക് മുന്നിൽ മറ്റൊരു നാമമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് അയാളുടെ കാലമാണ്, അയാളുടെ മാത്രം കാലം. 2026 അമേരിക്കൻ മഹാവേദിയിലേക്ക് ആ മഹാപ്രതികാരം ഇരട്ടിയായി ഫ്രാൻസ് അമേരിക്കയിൽ തങ്ങളുടെ ശക്തി തെളിയിച്ചു കഴിഞ്ഞു നിൽക്കുന്നുണ്ട്. ഒറ്റ മത്സരം പോലും തോൽക്കാതെ ഒരിക്കൽ കൂടി ഫ്രാൻസിനെയും കൊണ്ട് വീണ്ടും സൂചന നൽകുന്നതും അതുതന്നെയാണ്. അതെ, കിരീടം തന്നെ ലക്ഷ്യം. ഫ്രാൻസിനെ പരാജയപ്പെടുത്തുക എന്നത് എളുപ്പമല്ല. ഏറ്റവും മികച്ച ഏത് നിമിഷവും ഇത് നിർണ്ണയിക്കാൻ കഴിയുന്ന താരങ്ങൾ കൊണ്ട് നിബിഡമാണവർ. എ പവർഫുൾ ടീം. അതിനർത്ഥം ഇനിയുള്ള കഥകളിൽ ദയയില്ല എന്ന് തന്നെയാണ്. പ്രാർത്ഥനകൾക്കും സ്ഥാനമില്ല. ഭൂതകാലങ്ങളിലെ കണക്കുകൾ തീർക്കാൻ മാത്രമല്ല ഇത്തവണ ഫ്രഞ്ച് പട വരുന്നത്. തങ്ങളെ പരിഹസിച്ച, തങ്ങളുടെ മുന്നിൽ നെഞ്ചുവരിച്ചു നിന്ന എല്ലാ വമ്പന്മാരുടെ അഹങ്കാരം തല്ലിക്കൊഴിച്ച് അവരെയെല്ലാം അമേരിക്കയിലിട്ട് തന്നെ തീർക്കാനാണ്. അത് മൊറോക്കയെ മറികടന്നു. ഇനി സ്പെയിനായാലും ബെൽജിയമായാലും ഫ്രാൻസിനെ വീഴ്ത്തുവാൻ അത്ഭുതങ്ങൾ സംഭവിക്കേണ്ടി വരും. അല്ലെങ്കിൽ അവരുടെ സ്ക്രിപ്റ്റിനെ തിരുത്തുവാൻ എതിർപ്പാളയത്തിൽ അന്നൊരുത്തൻ അവതരിക്കുകയും കൂടി വേണം. അത് കാണാൻ പോകുന്നത് കിരീടം ആവാഹിക്കാനുള്ള ചാത്തന്മാരുടെ ഒടുക്കത്തെ കളിയാണ്.